അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ സംഘടനാ നേതൃത്വങ്ങൾ, വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, പ്രിയ വിദ്യാർത്ഥി മിത്രങ്ങൾ, മനുഷ്യൻ്റെ സർഗാത്മകതയും ഭാവനയും അക്ഷരങ്ങളായും ദൃശ്യങ്ങളായും പരിണമിച്ച സാഹിത്യോത്സവത്തിൻ്റെ ഈ ധന്യവേദിയിൽ സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപ്ലവകരവും അതേസമയം പ്രകോപനപരവുമായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ തന്നെ ഏറ്റവും വലിയ വിപ്ലവമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. അതെ, മനുഷ്യൻ തൻ്റെ വിരലുകൾ കൊണ്ട പേനത്തുമ്പിൽ കവിത വിരിയിച്ച ഒരു മനോഹരമായ കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഏതാനും പ്രോംപ്റ്റുകൾ കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ വാക്കുകളുടെ വസന്തം തീർക്കുന്ന ഒരു വിചിത്ര കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത യന്ത്രബുദ്ധി മനുഷ്യൻ്റെ ചിന്താശേഷിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നാം ഇന്നുള്ളത്. ഈ സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഗുണദോഷങ്ങളെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് കൃത്രിമ ബുദ്ധി അഥവാ AI. പലരും ഇതിനെ ഭയത്തോടെ നോക്കുമ്പോഴും നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആഗോള കാലാവസ്ഥ വ്യതിയാന പ്രതിസന്ധി പരിഹാരങ്ങൾക്കും അത്യാധുനിക സൂക്ഷ്മ വിശകലന, ആരോഗ്യ സംരക്ഷണ, ചികിത്സാ വിപ്ലവങ്ങൾക്കും വഴി തുറക്കുന്ന ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനവരാശിക്ക് വിജ്ഞാന പ്രധാനിയാണ്. മാറിയ ലോകത്ത് അസാധ്യമെന്ന് കരുതിയ പലതും ഇന്ന് AI കൊണ്ട് സാധ്യമാക്കുന്നു. സാങ്കേതിക ശാസ്ത്ര മേഖലയിലും വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക അന്വേഷണങ്ങളിലും ഇതൊരു വിപ്ലവകരമായ കുതിച്ചുചാട്ടം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യസാധ്യമായ പരിമിതികളെ മറികടക്കാനും സമയവും അധ്വാനവും ലഭിച്ചുകൊണ്ട് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യകൾക്ക് കഴിയുന്നു എന്നത് വിസ്മരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അത് മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികസനത്തിന് ആക്കം കൂട്ടുന്ന വജ്രായുധം തന്നെയാണ്. എന്നാൽ ഈ സാങ്കേതിക വിസ്മയത്തിൻ്റെ മറുപുറം അത്യന്തം ഭീതിജനകമാണ്. സാഹിത്യത്തിൻ്റെ ഈ വസന്തവേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഡാറ്റകൾ വിശകലനം ചെയ്ത ഒരു യന്ത്രത്തിന് അതിമനോഹരമായ കവിതകളോ കഥകളോ രചിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അനുഭൂതികളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയ നൊമ്പരങ്ങളെയോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആർദ്രതയെയോ അനുഭവിച്ചറിയാൻ ഒരു ആൽഗോരിതത്തിന് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആത്മാവില്ലാത്ത അക്ഷരക്കൂട്ടങ്ങൾ മാത്രമാണവ. എല്ലാം യന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുമ്പോൾ മനുഷ്യൻ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയാവുകയും സ്വന്തമായി ചിന്തിക്കാനും സർഗാത്മകമായി പ്രവർത്തിക്കാനുമുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വരും തലമുറയെ ഇത് ഒരുതരം ഭൗതിക മരവിപ്പിലേക്ക് നയിച്ചേക്കാം. ഇതിലുപരിയായി മനുഷ്യൻ്റെ പല തൊഴിൽ സാധ്യതകളെ ഇത് ഇല്ലാതാക്കുന്നു. ഡീപ് ഫേക്ക് പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ സത്യമേത് മിഥ്യമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന തരത്തിൽ കൃത്രിമ ബുദ്ധി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അനിയന്ത്രിത സാങ്കേതിക വിദ്യാധിഷ്ഠിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോഗങ്ങൾ മനുഷ്യൻ്റെ നൈസർഗിക ചിന്താശേഷി ക്ഷയീകരണത്തിനും പ്രകൃതിയുടെ നിത്യഹരിത ഭൂഗർജല വിഭവ ചൂഷണത്തിനും കാരണമായി തീരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ഏറെ പുകയത്തുന്ന ഈ കൃത്രിമ ബുദ്ധി ഒടുവിൽ ചെന്നെത്തുന്നത് ആഗോള മാനവ സമൂഹത്തിൻ്റെ നൈസർഗിക ഭൗതിക ചിന്താശേഷി ക്ഷയീകരണത്തിനും കപട ശബ്ദ വീഡിയോ മാതൃകാനുകരണ സൈബർ കുറ്റകൃത്യങ്ങൾക്കും കാരണമായി തീരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിവേകശൂന്യമായി പ്രയോഗിച്ചാൽ വിനാശകരമായി ഭവിക്കും. അതുകൊണ്ട് സാങ്കേതിക വിദ്യയാകരുത്, മനുഷ്യൻ്റെ വിവേകമാകണം ലോകത്തെ നയിക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരം വെക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ മനുഷ്യൻ്റെ വിവേകത്തിനോ ഹൃദയത്തിൻ്റെ നന്മക്കോ പകരം വെക്കാൻ കഴിയില്ല. നമ്മുടെ മഹാകവി കുമാരനാശാൻ പാടിയ വരികൾ ഞാൻ ഓർക്കുകയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. അതേ സുഹൃത്തുക്കളെ, സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിൽ നമ്മുടെ വിവേകവും നന്മയും കൈമോശം വരാതെ സൂക്ഷിച്ചില്ലെങ്കിൽ ഭാവി യന്ത്രങ്ങൾ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു കാലം വരുമെന്ന മുന്നറിയിപ്പോടെ എൻ്റെ വാക്കുകൾക്ക് വിടാം. വഹർദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.